ആളില്ലാത്ത സ്ഥലങ്ങളിലും ഗ്രഹനാഥനെ കണ്ടെത്താത്ത സ്ഥലങ്ങളിലും ഒക്കെ തന്നെ എനിമറേഷൻ ഫോം നൽകിയതായി കാണിക്കണമെന്ന് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നിർദ്ദേശം. ഫോം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സ്കാൻ ചെയ്ത് നൽകിയതായി രേഖപ്പെടുത്തണം. ഫോം തിരികെ കിട്ടിയില്ലെങ്കിൽ അൺകളക്റ്റഡ് എന്ന കോളത്തിൽ ഏതെങ്കിലും ഓപ്ഷൻ നൽകിയാലും മതിയെന്നാണ് നിർദ്ദേശം. BLOമാരുടെ ഗ്രൂപ്പിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അയച്ച സന്ദേശം 24-ന് കിട്ടി. ഇപ്പോൾ ERO തന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള എല്ലാ ഫോംസിൻ്റെയും QR കോഡ് സ്കാൻ ചെയ്യാനാണ് പറയുന്നത്. എങ്കിലേ എണ്ണം തീരുള്ളൂ എന്ന്, അല്ലെങ്കിൽ തീരൂല. എന്തായാലും എല്ലാ ഫോമും സ്കാൻ ചെയ്യണം. കാരണം അതായത് കൊടുക്കാൻ പറ്റാത്തതിന് 2 ഫോമും നമ്മുടെ കയ്യിലുണ്ടാവും, കൊടുത്തതിന് ഒറ്റ ഫോമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും സ്കാൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം സ്കാൻ ചെയ്താൽ എണ്ണം അങ്ങ് കയറിപ്പോവും. അപ്പോൾ കുറേ കിടന്ന് പണിയെടുക്കണ്ട, പിന്നീട് നമുക്ക് വിതരണം ചെയ്യാം. തൽക്കാലം ഇതെല്ലാം സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. രാവിലെ ഒരു BLO അത് പറഞ്ഞതേ ഉള്ളൂ അല്ലേ, എല്ലാം സ്കാൻ ചെയ്യാന്ന്. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം നമ്മളുടെ തന്നെ അവരിങ്ങോട്ട് വിളിച്ച് പറഞ്ഞു എല്ലാം സ്കാൻ ചെയ്തോളാൻ. കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, വളരെ വിചിത്രമായ നിർദ്ദേശമാണ്. യഥാർത്ഥത്തിൽ പൂർത്തീകരിച്ച് ഫോം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ കടഞ്ഞു പോന്നാൽ മതി എന്നുള്ള നിർദ്ദേശം SIRനെ തന്നെ, ആ സങ്കല്പത്തെ തന്നെ അർത്ഥരഹിതമാക്കുകയാണല്ലോ. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എക്സ്കേൻ. എന്തായാലും SIRന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ എല്ലാവർക്കും, അതായത് അർഹരായ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും വോട്ടർ പട്ടികയുടെ ഭാഗമാക്കുക, അനർഹരെ പൂർണ്ണമായി ഒഴിവാക്കുക, ഒന്നിലധികം വോട്ടർമാർ പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ അതിൽ ഒരിടത്തേക്ക് മാത്രമേ ചുരുക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ്. പക്ഷേ ഇത്തരത്തിൽ ആ ശുദ്ധീകരണ പ്രവർത്തനം അത് കൃത്യമായി ബലം കാണുമോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്നതാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ഇവിടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയും വേഗത്തിൽ 100% ഫോം വിതരണം, എന്യൂമറേഷൻ ഫോം വിതരണം 100% വേഗത്തിൽ പൂർത്തിയാക്കുക. ഇന്നലെ വന്ന കണക്ക് പ്രകാരമാണെങ്കിൽ 96% പൂർത്തിയാക്കി കഴിഞ്ഞു. ബാക്കി 4% കൂടി വേഗത്തിൽ പൂർത്തിയാക്കണം. അതിന് കണ്ടെത്തിയ മാർഗമാണ് ഈ ഫോമുകൾ ആദ്യം തന്നെ എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതായത് വിതരണം ചെയ്ത് കഴിഞ്ഞു എന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത ശേഷം മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോയി വിതരണം ചെയ്താൽ മതി. വിതരണം ചെയ്തിൽ ഒരുപക്ഷെ ഒരു സ്ഥലത്ത് ആളില്ല എങ്കിലും വിതരണം ചെയ്തതായി കാണിച്ചോളൂ. എന്നിട്ട് അത് തിരിച്ച് ഫോം കൊടുത്ത ശേഷം അത് ഫില്ല് ചെയ്ത് വാങ്ങണമല്ലോ. ഫില്ല് ചെയ്ത് വാങ്ങുന്ന സമയത്ത് അൺകളക്റ്റഡ് എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഡെത്ത്, ഷിഫ്റ്റ്, ആബ്സെന്റ് എന്നീ 3 ഓപ്ഷൻ ഉണ്ട്. അതായത് മരിച്ചുപോയി, അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയി, അല്ലെങ്കിൽ സ്ഥലത്ത് ആളില്ല എന്നീ 3 ഓപ്ഷനുകളുണ്ട്. ഈ 3 ഓപ്ഷനുകൾ ഏതെങ്കിലും കൊടുത്താൽ മതി എന്ന് വളരെ ലാഘവത്തോടു കൂടി പറയുന്നു. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാളില്ല എങ്കിൽ ആ വീട്ടിൽ പിന്നീട് ഒരു പക്ഷേ സാധാരണ ഇപ്പോൾ SIRമായി ബന്ധപ്പെട്ട BLOമാർ ഒന്നിലധികം തവണ ആ വീടുകളിൽ വരണം. ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം അത്തരത്തിൽ ഒന്നിലധികം തവണയൊന്നും വരണ്ട. ഒരു തവണ വന്ന ആളില്ല എങ്കിൽ അത് അൺകളക്റ്റഡ് എന്നുള്ള മാർഗത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ആവശ്യമെങ്കിൽ ഈ 4-ാം തീയതി വരെ ആണ് നേരത്തെ നൽകിയിരിക്കുന്ന സമയം. അതിനനുസരിച്ച് 4-ാം തീയതിക്ക് വരെ നമ്മൾ കൃത്യമായി ഇതിൽ എൻറോൾ ചെയ്തില്ല എങ്കിൽ നമ്മളെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അത് അത്തരത്തിൽ അൺകളക്റ്റഡ് എന്നുള്ള ഭാഗത്ത് മരിച്ചു, അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയി, അല്ല എങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ആൾ സ്ഥലത്തില്ല, ഈ 3 ഓപ്ഷൻ നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകും. അത്തരമൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അർഹരായ 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും ഈ വോട്ടവകാശം എന്നുള്ളത് നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിച്ചതിന് ഇത്തരമൊരു നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോടതിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി കോടതിയിൽ പോകുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ 100% എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഈ നടപടി നിർത്തിവെക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഡിഫൻസ് ഒരുപക്ഷെ എടുക്കാൻ സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായാണ് ഇത്തരമൊരു നിർദ്ദേശം, വളരെ വേഗത്തിൽ ഫോം വിതരണം എന്നുള്ള നിർദ്ദേശവുമായി മുന്നോട്ട് പോകുന്നത്. എസ്കേൻ. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.